PN ജംഗ്ഷൻ അല്ലെങ്കിൽ PN ജംഗ്ഷൻ ഡയോഡുകൾ. PN ജംഗ്ഷൻ എന്ന് പറയുന്ന ഒരു ക്രിസ്റ്റലിനെ തന്നെയാണ് നമ്മൾ വി മേക്ക് യൂസ് ഓഫ് ദ ക്രിസ്റ്റൽ PN ജംഗ്ഷൻ ക്രിസ്റ്റൽ ആസ് PN ജംഗ്ഷൻ ഡയോഡ്. PN ജംഗ്ഷൻ ഡയോഡിലുള്ളത് PN ജംഗ്ഷൻ ഒരു ക്രിസ്റ്റലാണ്. അപ്പോൾ PN ജംഗ്ഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സെമി കണ്ടക്ടേഴ്സാണ് ഉപയോഗിക്കുന്നത്. ജെർമാനിയം അതുപോലെ സിലിക്കോൺ തുടങ്ങിയ സെമി കണ്ടക്ടർ മെറ്റീരിയലുകളാണ് PN ജംഗ്ഷനുകളായി ഉണ്ടാക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ PN ജംഗ്ഷനുകൾ എന്ന് പറയുന്നത് ശരിക്കും ഒരു ജെർമാനിയം ക്രിസ്റ്റലിലോ അല്ലെങ്കിൽ ഒരു സിലിക്കോൺ ക്രിസ്റ്റലിലോ ഒറ്റ ക്രിസ്റ്റലിൽ തന്നെ അതിൻ്റെ നേര് പകുതി P ടൈപ്പ് ഡോപ്പിങ്ങും അടുത്ത പകുതി N ടൈപ്പ് ഡോപ്പിങ്ങും ചെയ്തെടുക്കുന്നതാണ്. അതാണ് PN ജംഗ്ഷൻ. P ടൈപ്പ് ഡോപ്പിങ്ങും അതുപോലെ N ടൈപ്പ് ഡോപ്പിംഗ് എന്നിവ ചെയ്തെടുക്കുന്നതാണ് PN ജംഗ്ഷനുകൾ. ഒറ്റ ക്രിസ്റ്റലിൽ തന്നെ നേര് പകുതി P ടൈപ്പ് ഡോപ്പിങ്ങും അടുത്ത പകുതി N ടൈപ്പ് ഡോപ്പിംഗ്. എന്താണ് ഡോപ്പിംഗ് എന്ന് നമുക്ക് നോക്കാം. ഡോപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്യുവർ ജെർമാനിയം ക്രിസ്റ്റലിലോ അല്ലെങ്കിൽ പ്യുവർ സിലിക്കോൺ ക്രിസ്റ്റലിലോ ആ ക്രിസ്റ്റലിൻ്റെ ആ മെറ്റീരിയലിൻ്റെ ആ സെമി കണ്ടക്ടർ മെറ്റീരിയലിൻ്റെ കണ്ടക്ടിവിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട്, അതായത് ഒരു ആക്റ്റീവ് ഡിവൈസ്, ഒരു ട്രാൻസിസ്റ്റർ അല്ലെങ്കിൽ ഡയോഡ് പോലുള്ള ആക്റ്റീവ് ഡിവൈസുകൾ ഉണ്ടാക്കാൻ വേണ്ടി അതിന് പാകത്തിനുള്ള ഒരു കണ്ടക്റ്റിംഗ് എബിലിറ്റി പ്യുവർ ജെർമാനിയത്തിനും പ്യുവർ സിലിക്കോണും ഇല്ല. അതുണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആ ക്രിസ്റ്റലിൽ ചെറിയ ഒരു പെർസെൻറ്റേജ്, വളരെ ചെറിയ ഒരു പെർസെൻറ്റേജ് ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യും. ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്തു. അതിനെയാണ് ഡോപ്പിംഗ്. സോ ഇൻ ഓർഡർ ടു മേക്ക് sufficient amount of conductivity in pure germanium crystal or in pure silicon crystal, the process is called doping. അപ്പോൾ ഡോപ്പിംഗ് ചെയ്തതിന് ശേഷം മാത്രമേ ഡോപ്ഡ് സെമി കണ്ടക്ടർ മെറ്റീരിയലാണ്, ഡോപ്ഡ് ജെർമാനിയവും ഡോപ്ഡ് സിലിക്കോണും ആണ് ഈ ട്രാൻസിസ്റ്ററും അതുപോലെ ഡയോഡുകളും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അല്ലാതെ പ്യുവർ ജെർമാനിയവും പ്യുവർ സിലിക്കോൺ എന്ന് പറയുന്നത് ഇൻട്രിൻസിക് സെമി കണ്ടക്ടറുകളാണ്. അവ ഉപയോഗിച്ച് ഈ ഡയോഡുകളും ട്രാൻസിസ്റ്ററുകളും ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന അത്രയും എമൗണ്ട് കണ്ടക്ടിവിറ്റി അതിന് കിട്ടില്ല. അപ്പോൾ സക്സസ്ഫുള്ളായിട്ട് ഒരു ആക്റ്റീവ് ഡിവൈസായി ഉപയോഗിക്കാൻ അതിന് ഉള്ള യോഗ്യതയില്ല. അപ്പോൾ അത് ഡോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനുള്ള കണ്ടക്ടിവിറ്റി ജെർമാനിയവും അതുപോലെ സിലിക്കോണും എക്സിബിറ്റ് ചെയ്യും. അതുകൊണ്ടാണ് ഡോപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് അറിയപ്പെടുന്ന പ്യുവർ ജെർമാനിയത്തെയും പ്യുവർ സിലിക്കോണിനെയും എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ ആക്കാൻ വേണ്ടിയിട്ടാണ് ഡോപ്പ് ചെയ്യുന്നത്. എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ ആണ് ഡിവൈസുകൾ ഉണ്ടാക്കാൻ പ്രചാരത്തിലുള്ളത്. അപ്പോൾ അത്തരം എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ ഉപയോഗിച്ചുകൊണ്ട് നമുക്കത് ഡിവൈസുകൾ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ N ടൈപ്പ് സെമി കണ്ടക്ടറും P ടൈപ്പ് സെമി കണ്ടക്ടറും എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടറുകളാണ്. സാധാരണ നിങ്ങളുടെ സിലബസിൽ അതായത് അണ്ടർസ്റ്റാൻഡിങ് ലെവലിലേക്ക് വരുന്നില്ല, അതൊന്നും ചോദിച്ചിട്ടുമില്ല. P ടൈപ്പ് എന്താണ്, N ടൈപ്പ് എന്താണ് എന്നൊന്നും ചോദിച്ചില്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു പോകുന്നുള്ളൂ. നമുക്ക് ഒരു PN ഡയോഡിൻ്റെ ക്യാരക്ടറിസ്റ്റിക് പറഞ്ഞില്ല. PN ഡയോഡ് എങ്ങനെയാണ് ഒരു റെക്ടിഫയറായിട്ട് ആക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ PN ഡയോഡ് എന്ന് പറയുന്നത് PN ജംഗ്ഷനാണ്. PN ജംഗ്ഷൻ എന്ന് പറയുന്ന P ടൈപ്പ് സെമി കണ്ടക്ടറും N ടൈപ്പ് സെമി കണ്ടക്ടറും ഫോം ചെയ്യുന്നത് എങ്ങനെയാണ്, ഏത് മെറ്റീരിയലാണ് എന്ന് ഉള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ P ടൈപ്പും N ടൈപ്പും സെമി കണ്ടക്ടർ മെറ്റീരിയലുകൾ ഉണ്ടാക്കാനായി നമ്മൾ എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടറിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഈ എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് പറയുന്നത് പ്യുവർ ജെർമാനിയവും പ്യുവർ സിലിക്കോൺ എന്ന് പറയുന്ന ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിനെ ഡോപ്പ് ചെയ്തുണ്ടാക്കുന്നു. അപ്പോൾ പ്യുവർ ജെർമാനിയവും പ്യുവർ സിലിക്കോണും എക്സ്റ്റൻസിക് ആക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിനെ P ടൈപ്പ് N ടൈപ്പ് സെമി കണ്ടക്ടർ മെറ്റീരിയൽ ആക്കാൻ വേണ്ടിയിട്ട് ഡോപ്പ് ചെയ്യണം. ഡോപ്പ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറിയൊരു പെർസെൻറ്റേജ് ഇമ്പ്യൂരിറ്റി ക്രിസ്റ്റലിൽ ആഡ് ചെയ്യും. അപ്പോൾ നമ്മൾ ഡോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഇമ്പ്യൂരിറ്റീസ്
അതായത് ജർമാനിയവും സിലിക്കോണും ഏതാണ് ഇപ്പോൾ ഒരു ജർമാനിയൻ PN ഡയോഡ് വേണോ അല്ലെങ്കിൽ ഒരു സിലിക്കൺ ഡയോഡ് വേണോ എന്ന് തീരുമാനിക്കാം. അത് തീരുമാനിച്ചതിന് ശേഷം എന്ത് തന്നെ ആയാലും ഈ ജർമാനിയത്തിൽ അല്ലെങ്കിൽ സിലിക്കോണിലെ ഡയോഡ് ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് ഡോപ്പ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഡോപ്പ് ചെയ്യാനായിട്ട് ഡോപ്പിംഗ് ഏജന്റുകൾ 2 ഗ്രൂപ്പിലാണ് വരുന്നത്. ഡോപ്പിംഗ് ഏജന്റുകൾ പെന്റാവാലന്റ് ഡോപ്പിംഗ് ഏജന്റുകളുണ്ട്, പെന്റാവാലന്റ്, അതുപോലെ ട്രൈവാലന്റ് ഡോപ്പിംഗ് ഏജന്റുകളുണ്ട്. So we are using pentavalent doping agents or trivalent doping agents, whatever the type of semiconductor we can you have to make. നമ്മൾ ഏത് ടൈപ്പ് സെമി കണ്ടക്ടറാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് അനുസരിച്ചിട്ടാണ് പെന്റാവാലന്റ് ആണോ ട്രൈവാലന്റ് ആണോ എന്ന് തീരുമാനിക്കുന്നത്. നമുക്കിപ്പോൾ N ടൈപ്പ് സെമി കണ്ടക്ടറാണ് വേണ്ടത്. ഒരു ജർമാനിയം ക്രിസ്റ്റലിൽ നമ്മളൊരു N ടൈപ്പ് സെമി കണ്ടക്ടർ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ജർമാനിയത്തിനോട് ഒരു ചെറിയ പെർസെൻറ്റേജ് ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യേണ്ടത് പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റി തന്നെയാണ്. പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റി എന്ന് പറയുന്നത് ശരിക്കും ആ ഇമ്പ്യൂരിറ്റിയുടെ ആറ്റത്തിന്റെ ഔട്ടർ മോസ്റ്റ് ഓർബിറ്റിൽ വാലൻസ് ഇലക്ട്രോണുകളായിട്ട് 5 ഇലക്ട്രോണുകളാണ്. 5 ഇലക്ട്രോൺസ് വാലൻസ്, 5 വാലൻസ് ഇലക്ട്രോണുകളുള്ള ഇമ്പ്യൂരിറ്റിയാണ് പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റി. അത് ഫോസ്ഫറസ്, ആന്റിമണി, ആർസനിക് ഇതെല്ലാം ഉപയോഗിക്കും. അപ്പോൾ ഫോസ്ഫറസ്, ആന്റിമണി, ആർസനിക് എന്നിങ്ങനെയൊക്കെ പറയുന്ന മെറ്റീരിയലുകളിൽ അവയുടെ ഒരു ആറ്റത്തിന്റെ ഏറ്റവും പുറമേയുള്ള ഔട്ടർ മോസ്റ്റ് ഓർബിറ്റിൽ വാലൻസ് ഇലക്ട്രോണുകളായിട്ട് 5 ഇലക്ട്രോണുകൾ ഉണ്ടായിരിക്കും. അതാണ് പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റി. അത് നമ്മുടെ ജർമാനിയം ക്രിസ്റ്റലിലോ അല്ലെങ്കിൽ സിലിക്കൺ ക്രിസ്റ്റലിലോ ആഡ് ചെയ്തിട്ടുണ്ട്. ചെറിയ പെർസെൻറ്റേജ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ആഡ് ചെയ്യുമ്പോൾ അത് എക്സ്റ്റൻസിവ് സെമി കണ്ടക്ടർ ആവും. അത് അത് N ടൈപ്പ് ആവുകയും ചെയ്യും. N ടൈപ്പ് ആവാൻ കാര്യം അതായത് ജർമാനിയത്തിലോ അല്ലെങ്കിൽ സിലിക്കണിലോ ഉള്ള ഒറിജിനൽ വാലൻസ് ഇലക്ട്രോണുകൾ 4 ആണ്. ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യുമ്പോൾ അവിടെ കോവാലന്റ് ബോണ്ട് എന്ന് പറയുന്ന ബോണ്ടിങ് സംഭവിക്കും. കോവാലന്റ് ബോണ്ട്. ഈ കോവാലന്റ് ബോണ്ട് എന്ന് പറയുന്നത് 8 ഇലക്ട്രോണുകളുടെ ഒരു കോമ്പിനേഷനാണ്. 8 ഇലക്ട്രോണുകളുടെ കോമ്പിനേഷൻ. ഈ 8 ഇലക്ട്രോണുകൾ എന്ന് പറയുന്നത് ജർമാനിയത്തിലോ അല്ലെങ്കിൽ സിലിക്കോണിലോ ഉള്ള 4 ഇലക്ട്രോണുകളും നമ്മൾ ആഡ് ചെയ്യുന്ന ഇമ്പ്യൂരിറ്റിയിലുള്ള 4 ഇലക്ട്രോണുകളും തമ്മിൽ സംയോജിച്ചാണ് ബോണ്ടിങ് ആവുന്നത്. അന്നേരമാണ് അത് എക്സ്റ്റൻസിവ് സെമി കണ്ടക്ടർ ആവുന്നത്. ഇവിടെ നമ്മൾ പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റി ഇപ്പോൾ ഫോസ്ഫറസ് ആണ് ആഡ് ചെയ്തതെങ്കിൽ ഫോസ്ഫറസിന് 5 ഇലക്ട്രോണുകളുണ്ട്. ഈ 5 ഇലക്ട്രോണുകളിൽ 4 എണ്ണമേ വേണ്ടി വരുന്നുള്ളൂ കോവാലന്റ് ബോണ്ടിങ് ആകാൻ വേണ്ടി. അപ്പോൾ കോവാലന്റ് ബോണ്ട് ആവാൻ വേണ്ടിയിട്ട് 5 ഇലക്ട്രോണുകളിൽ ഫോസ്ഫറസിലുള്ള 4 എണ്ണം എടുക്കുകയും ജർമാനിയത്തിലുള്ള 4 എണ്ണം കൂടെ ചേർന്ന് 8 കോവാലന്റ് ബോണ്ട് ആവുകയും ആ ബോണ്ടിൽ തന്നെ ഒരു എക്സസ് ഇലക്ട്രോണുകൾ. അങ്ങനെ ക്രിസ്റ്റലിൽ നമ്മൾ ആഡ് ചെയ്ത കോടാനുകോടി ആറ്റങ്ങളിൽ നിന്നും ഈ ഓരോ ഇലക്ട്രോണുകൾ അൺയൂസ്ഡ് ആയിട്ട് ആ ക്രിസ്റ്റലിൽ തന്നെ എക്സിസ്റ്റ് ചെയ്യുകയും അങ്ങനെ ആ ക്രിസ്റ്റലിൽ കോടാനുകോടി ഇലക്ട്രോണുകൾ അധികപ്പറ്റായി ക്രിസ്റ്റലിൽ ഉണ്ടായിരിക്കുകയും ചെയ്യും. ഈ ഇലക്ട്രോണുകൾ നമ്മളെപ്പോഴും നെഗറ്റീവ് ചാർജ് അയോൺ ആയിട്ടാണ് മീൻ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഡോപ്പ് ചെയ്തിട്ടുള്ള ഒരു ജർമാനിയത്തിലോ സിലിക്കോണിലോ, അതായത് പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്തിട്ടുള്ള ഒരു ജർമാനിയത്തിലോ സിലിക്കോൺ ക്രിസ്റ്റലിലോ കോടാനുകൂടി എക്സ്ട്രാ ഇലക്ട്രോണുകൾ കിടക്കുകയായിരിക്കും അൺയൂസ്ഡ് ആയിട്ട് കോവാലന്റ് ബോണ്ടിങ്ങിന് ശേഷം. അങ്ങനെ എക്സ്ട്രാ ഇലക്ട്രോണുകൾ ഒരു ക്രിസ്റ്റലിൽ പ്രിഡോമിനേറ്റ് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ ആ ഇലക്ട്രോണിന്റെ സ്വാധീനം കൂടുതലുള്ളത് കൊണ്ട്, ഇലക്ട്രോൺ അതിനകത്ത് മുന്തി നിൽക്കുന്നത് കൊണ്ട് അതിനെ നമ്മൾ N type semiconductor. So in order to get an N type semiconductor, we have to add a pentavalent impurity of any one. I just discussed here. In the pure germanium or pure silicon, after the formation of covalent bond from the 4 of the 5 electrons from the pentavalent impurity and the inherent 4 valence electron of the germanium or silicon, there exists a huge number of excess electrons in the crystal itself, and the crystal exhibits a negative charge as a whole. So the material is called
and n-type semiconductor. N-type semiconductor. Okay. ഇതുപോലെ തന്നെ പി ടൈപ്പ് സെമി കണ്ടക്ടർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്യുവർ ജർമാനിയത്തിലോ അല്ലെങ്കിൽ പ്യുവർ സിലിക്കോണിലോ നമ്മൾ ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്യും. ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റിയിൽ ഔട്ടർമോസ്റ്റ് ഓർബിറ്റിലെ വാലൻസ് ഇലക്ട്രോണുകൾ 3 എണ്ണമാണ്. വാലൻസ് ഇലക്ട്രോണുകൾ 3 എണ്ണമാണ്. ഒരു കാര്യം ഓർക്കുക, ജർമാനിയോ അല്ലെങ്കിൽ സിലിക്കോണിന്റെ 4 വാലൻസ് ഇലക്ട്രോണുകളും നമ്മൾ ആഡ് ചെയ്യുന്ന ഇമ്പ്യൂരിറ്റിയിലെ 4 ഇലക്ട്രോണുകളും ചേർന്ന് ആ ക്രിസ്റ്റലിൽ കോവാലന്റ് ബോണ്ടിങ് ഉണ്ടാകണം. അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് മുകളിലത്തെ കേസിൽ 5 ഇലക്ട്രോണുകൾ 1 ആക്സസ് വന്നത്. ഇപ്പോൾ താഴെ നമ്മൾ ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യുന്നുള്ളൂ എങ്കിൽ ഈ ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റിക്ക് 4 ഇലക്ട്രോണുകളെ സപ്ലൈ ചെയ്യാനുള്ള ത്രാണിയില്ല. 3 ഇലക്ട്രോണുകളെ കൈവശമുള്ളൂ. അപ്പോൾ 4ാമത്തെ ഇലക്ട്രോൺ ഒരെണ്ണം അവിടെ ആബ്സെന്റ് ആയി ഒരു ബോണ്ടിൽ കിടക്കും. അങ്ങനെ കോടാനുകൂടി ബോണ്ടുകളിൽ ഇലക്ട്രോണുകളുടെ ആബ്സെൻസ്, ഇലക്ട്രോണുകൾക്ക് ചെന്നിരിക്കാനുള്ള ചെയർ ഒഴിഞ്ഞു കിടക്കും. അതിനെ നമ്മൾ ഹോൾ എന്നാണ് വിളിക്കുന്നത്. ഒരിടത്തൊരു ബോണ്ടിങ്ങിൽ ഒരു ഇലക്ട്രോണിന്റെ ആബ്സെൻസ് വന്നാൽ അതൊരു ഹോളാണ്. ആ ഹോളിനെ നമ്മൾ പോസിറ്റീവ് ചാർജ് എന്ന് പറഞ്ഞിട്ടാണ് മീൻ ചെയ്യുന്നത്. അപ്പോൾ ഒരു ഹോള് അവിടെ ഉണ്ടെങ്കിൽ ഒരു നെഗറ്റീവ് ചാർജിനെ അത് സ്വീകരിക്കാൻ പാകത്തിന് കിടക്കുകയാണ്, അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കിടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അതൊരു പോസിറ്റീവ് ചാർജ് ആയിട്ടാണ് നമ്മൾ മീൻ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കോടാനുകൂടി ഹോൾസ് പോസിറ്റീവ് ചാർജ് ആയിട്ടാണ് മീൻ ചെയ്യുന്നത്. ഈ ക്രിസ്റ്റലിലെമ്പാടും ഉണ്ടായിരിക്കും. ഇപ്പോൾ ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റി എന്ന് പറയുന്നത് ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റി ഗാലിയം, ഇൻഡിയം, ബോറോൺ, ഇതൊക്കെ ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റീസ് ആണ്. 3 വാലൻസ് ഇലക്ട്രോണുകൾ കിട്ടും. ഇതിലേതെങ്കിലും ഒരു ഇമ്പ്യൂരിറ്റി ജർമാനിയത്തിലൂടെ സിലിക്കോണിന്റെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. കോവാലന്റ് ബോണ്ടിങ് പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാകാൻ പറ്റില്ല. കാരണം ഇതിന് 4 ഇലക്ട്രോണുകൾ സപ്ലൈ ചെയ്യാനില്ല, 3 ഉള്ളൂ. അപ്പോൾ 3 ഇലക്ട്രോണുകൾ മാത്രം സപ്ലൈ ചെയ്യുന്നതുകൊണ്ട് 4ാമത്തെ ഇലക്ട്രോണിന്റെ സ്പേസ് ഒഴിഞ്ഞു കിടക്കും. അതൊരു ഹോളായിട്ട് കിടക്കും. അപ്പോൾ ആ ഹോളുകളെല്ലാം പോസിറ്റീവ് ചാർജാണ്. അപ്പോൾ കോടാനുകൂടി ഹോളുകൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന പോസിറ്റീവ് ചാർജാണ് പി ടൈപ്പ് സെമി കണ്ടക്ടർ. അപ്പോൾ ഇങ്ങനെയുള്ള ഡോപ്പിംഗ് ഒരു ക്രിസ്റ്റലിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഒറ്റ ക്രിസ്റ്റലിൽ, ഒറ്റ ജർമാനിയം ക്രിസ്റ്റൽ, ഇതൊരു ജർമാനിയം ക്രിസ്റ്റലാണ്. ജർമാനിയം ക്രിസ്റ്റലിൽ നേര് പകുതി ഭാഗം പി ടൈപ്പ് ഡോപ്പിങ്ങും അടുത്ത പകുതി എൻ ടൈപ്പ് ഡോപ്പിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ പി ടൈപ്പ് ഡോപ്പിങ്ങിൽ എല്ലാം പോസിറ്റീവ് ഹോൾസും എൻ ടൈപ്പ് ഡോപ്പിങ്ങിൽ എല്ലാം നെഗറ്റീവ് ഇലക്ട്രോൺസും ആണ് ഉള്ളത്. അതനുസരിച്ചാണ് പി എൻ ജംഗ്ഷൻ ഉണ്ടായിരിക്കുന്നത്. ഒറ്റ സിംഗിൾ ജർമാനിയം ക്രിസ്റ്റൽ അല്ലെങ്കിൽ സിംഗിൾ സിലിക്കോൺ ക്രിസ്റ്റൽ. Just half is doped by p-type impurity and the other half is doped by n-type impurity. And the barrier at the middle is called junction. ഈ സെൻട്രലിലുള്ള ഇതിനെയാണ് ജംഗ്ഷൻ എന്ന് പറയുന്നത്. ജംഗ്ഷൻ, അതാണ് ജംഗ്ഷൻ. ഇത് ഒരു ഡിപ്ലീഷൻ ലെയറാണ്. അവിടെ ഒരു വോൾട്ടേജ് ഉണ്ട്, വി ബി. അതൊന്നും കൂടുതൽ ഇപ്പോൾ നമ്മൾ പഠിക്കേണ്ട കാര്യമില്ല. ഓക്കെ. അപ്പോൾ ഈ ജംഗ്ഷന്റെ ഇരുവശത്തുള്ള കുറച്ച് ഭാഗത്തുള്ള ക്രിസ്റ്റലിലെ പി എൻ ജംഗ്ഷൻ എന്ന ജംഗ്ഷൻ ഇരുവശത്തുമുള്ള അയോണുകൾ തമ്മിൽ എക്സ്ചേഞ്ച് ആവും അങ്ങോട്ടും ഇങ്ങോട്ടും. ഇവിടെ നേരത്തെ പോസിറ്റീവ് ആയിരുന്നു, അത് ഇപ്പുറത്ത് വന്നു. അതുപോലെ ഇവിടെ നെഗറ്റീവ് ആയിരുന്നു, ഇപ്പുറത്ത് വന്നു. ജംഗ്ഷൻ ഇരുവശത്തും കുറച്ച് സ്ഥലത്ത് ഒരു ഇലക്ട്രോണുകളുടെ എക്സ്ചേഞ്ച് മൈഗ്രേറ്റ് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും അത് മൈഗ്രേറ്റ് ചെയ്യും. പോസിറ്റീവ് ഹോൾസ് പി റീജിയനിൽ നിന്ന് എൻ റീജിയനിലേക്ക് പോകും. എൻ റീജിയനിലുള്ള നെഗറ്റീവ് ഇലക്ട്രോൺസ് പി റീജിയനിലേക്ക് സ്ഥാനം മാറ്റും. അതിനെ ഡിഫ്യൂഷൻ സംഭവിക്കുക എന്നാണ് പറയുന്നത്. ഒരു പി എൻ ജംഗ്ഷൻ ഫോം ചെയ്ത് കഴിഞ്ഞാൽ ജംഗ്ഷൻ ഇരുവശത്ത് ഡിഫ്യൂഷൻ സംഭവിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാർജ്ഡ് പാർട്ടിക്കിൾസ് അന്യോന്യം അവയുടെ സ്ഥാനം മാറ്റും. എന്നിട്ട് അത് ഫിക്സഡ് ആയി പോകും, ചലനമില്ലാതായി പോകും. ഇമ്മൊബൈൽ ചാർജ് കേരിയസ് ആവും. ഇങ്ങനെ ഇമ്മൊബൈൽ ചാർജ് കേരിയസ് ഉള്ള സെൻട്രലിലെ ഇരുവശത്തുള്ള ഭാഗത്തിൻ്റെ നമ്മൾ വിളിക്കുന്നത് ഡിപ്ലീഷൻ ലെയർ ആണ്. ഇതാണ് ഡിപ്ലീഷൻ ലെയർ. ഇവിടെ ഒരു വോൾട്ടേജ് ഉണ്ട്. അപ്പോൾ ജർമാനിയത്തിനാണെങ്കിൽ 0.3 വോൾട്ടാണ് ഡിപ്ലീഷൻ ലെയറിലുള്ളത്. ഡിപ്ലീഷൻ ലെയറിലെ വോൾട്ടേജ് വി ബി. ബാരിയർ പൊട്ടൻഷ്യൽ ഇത് ജർമാനിയത്തിന് 0.3 വോൾട്ട്, സിലിക്കോണിന് 0.7. ജർമാനിയം, സിലിക്കോൺ, അങ്ങനെയുള്ള രീതിയാണ് പി എൻ ജംഗ്ഷൻ. അപ്പോൾ അതിനെയാണ് നമ്മളൊരു ഡയോഡ് എന്ന് വിളിക്കുന്നത്. ഡയോഡ്. So a diode is a PN junction. A PN junction is a single crystal of germanium or silicon, which is having p-type doping for its just half, and the other half is having n-type doping. Okay. അങ്ങനെ ഉള്ള ഒരു പി എൻ ജംഗ്ഷൻ. പി എൻ ജംഗ്ഷന് ഈ പി ടൈപ്പ്
ഡോപ്പിംഗ് ചെയ്തിട്ടുള്ള റീജിയനിൽ നിന്നും ഒരു ടെർമിനൽ എടുത്തിട്ടുണ്ട്, അതിനെ ആനോഡ് എന്ന് വിളിക്കും. എൻ ടൈപ്പ് ഡോപ്പിംഗ് ചെയ്തിട്ടുള്ള ഭാഗത്ത് നിന്ന് ഒരു ടെർമിനൽ എടുത്തുണ്ട്, അതിനെ കാഥോഡ് എന്ന്. അപ്പോൾ ഇത് ഡയോഡിന്റെ സിംബോളിക് ആയിട്ടുള്ള ഒരു പിക്ചറൈസേഷൻ ഇതാണ്. ഇങ്ങനെ അതിന്റെ സിമ്പിൾ ഇങ്ങനെയാണ്, ഒരു ആരോ വലത്തോട്ട് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ പോകുന്നതാണ്. ഈ ആരോ കെട്ട് കാണിക്കുന്നത് അതിന്റെ ആനോഡിൽ നിന്നും കാഥോഡിലേക്കാണ് ഇത് കണ്ടക്ട് ചെയ്യുന്നത് എന്നുള്ള സൂചനയാണ്. ഒരു ഒരു പി എൻ ജംഗ്ഷൻ ഡയോഡ്, ഡയോഡിന്റെ ആനോഡ്, ഡയോഡിന്റെ കാഥോഡ്. അപ്പോൾ ഒരു ഡയോഡിൽ ഒരു പി എൻ ജംഗ്ഷനാണുള്ളത്. ആ ഒരു ക്രിസ്റ്റലിൽ ജസ്റ്റ് ഹാഫ് പി ടൈപ്പ് ഡോപ്പിംഗ്, അനദർ ഹാഫ് എൻ ടൈപ്പ് ഡോപ്പിംഗ്. പി ടൈപ്പ് ഡോപ്പിങ്ങിൽ ഒരു ടെർമിനൽ ആനോഡ്, എൻ ടൈപ്പ് ഡോപ്പിങ്ങിൽ ഒരു ടെർമിനൽ കാഥോഡ്. ഓക്കെ, ഇനി ഈ പി എൻ ജംഗ്ഷൻ ഡയോഡ് ശരിക്കും ഒരു എക്സ്റ്റേണൽ വോൾട്ടേജ് ഉപയോഗിച്ച്, പി എൻ ജംഗ്ഷൻ ഡയോഡ് ഒരു എക്സ്റ്റേണൽ വോൾട്ടേജ് ഉപയോഗിച്ച് നമുക്ക് രണ്ട് രീതിയിൽ കണക്ട് ചെയ്യാം. ഇത് ഫോർവേഡ് ബയാസിംഗ്, ഇത് റിവേഴ്സ് ബയാസിംഗ്. ഒരു പി എൻ ജംഗ്ഷൻ ഡയോഡ് എക്സ്റ്റേണൽ വോൾട്ടേജിന്റെ പൊളാരിറ്റി വെച്ചുകൊണ്ട് അത് കണക്ട് ചെയ്യുന്ന രീതിയെ ഫോർവേഡ് ബയാസിംഗ് എന്നും റിവേഴ്സ് ബയാസിംഗ് എന്നും പറയും. ഇപ്പോൾ ഒരു പി എൻ ജംഗ്ഷൻ ഡയോഡ്, അതിന്റെ ആനോഡ് ഇതാണ്, കാഥോഡ് ഈ ടെർമിനൽ. അപ്പോൾ ആനോഡിൽ എക്സ്റ്റേണൽ വോൾട്ടേജിന്റെ പോസിറ്റീവും കാഥോഡിൽ എക്സ്റ്റേണൽ വോൾട്ടേജിന്റെ നെഗറ്റീവും കണക്ട് ചെയ്യും. ഇതിന് ഫോർവേഡ് ബയാസിംഗ് ഓഫ് പി എൻ ജംഗ്ഷൻ ഡയോഡ്. ഈ പോസിറ്റീവ് വോൾട്ടേജ് ആനോഡിൽ കണക്ട് ചെയ്തെങ്കിൽ മാത്രമേ ഇത് കണ്ടക്ട് ചെയ്യൂ. ഇനി പൊളാരിറ്റി എക്സ്റ്റേണൽ വോൾട്ടേജിന്റെ തിരിച്ചു, പോസിറ്റീവ് നെഗറ്റീവ്, അതായത് ആനോഡിൽ നെഗറ്റീവ് polarity of the external voltage system and the cathode is connected to the positive terminal of the external voltage system. Then connecting in such a way is called, the diode is connected in the reverse biasing. The reverse biasing mode ഒരു ആനോഡ് സപ്ലൈ സിസ്റ്റത്തിൽ ഇട്ട് കഴിഞ്ഞാൽ ഇത് കണ്ടക്ട് ചെയ്യത്തില്ല. ഇത് കണ്ടക്ട് ചെയ്യുന്ന ആനോഡ് ടു കാഥോഡാണ്. ഈ ആരോ കെട്ട് കാണിക്കുന്നത് തന്നെ അതാണ്. അപ്പോൾ ഇത് റിവേഴ്സ് ബയാസിംഗ് മോഡ്, ഇത് ഫോർവേഡ് ബയാസിംഗ് മോഡ്. നമുക്ക് പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്നത് ഡിസ്കസ് ദി VI ക്യാരക്ടറിസ്റ്റിക് ഓഫ് എ പി എൻ ജംഗ്ഷൻ ഡയോഡ്. അതായത് ഒരു പി എൻ ജംഗ്ഷൻ ഡയോഡിന്റെ വോൾട്ടേജ് കറണ്ട് ക്യാരക്ടറിസ്റ്റിക് എന്നല്ല. അപ്പൊ അതാണ് ഞാനിവിടെ വരച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഫോർവേഡ് ബയാസിംഗിലെ വോൾട്ടേജ്, ഇത് ഫോർവേഡ് ബയാസിംഗിലെ കറണ്ട്. ഇതാണെങ്കിൽ റിവേഴ്സ് ബയാസിംഗിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ്, റിവേഴ്സ് ബയാസിംഗിൽ ഡിവൈസിംഗിൽ പോകുന്ന കറണ്ട്. ഇതാണ് കാണിച്ചത്. അപ്പോൾ ആദ്യം ഇത് നോക്കാം. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് നമ്മൾ ഈ വോൾട്ടേജ് ആദ്യം 0 വോൾട്ടേജ് ആക്കി. 0 വോൾട്ടേജ് ആക്കിയപ്പോൾ ഇവിടെ കണ്ടക്ഷൻ ഒന്നും വരുന്നില്ല. കണ്ടക്ഷൻ വരാത്ത കാര്യം ഇത് ഈ ഡയോഡ് ഒരു ജർമ്മനി ഡയോഡ് ആണെങ്കിൽ അതിൻ്റെ ഓൾറെഡി അതിൻ്റെ ബാരിയർ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ജംഗ്ഷനിൽ ഒരു വോൾട്ടേജ് ഉണ്ട്, അത് 0.3 വോൾട്ടേജ്. അപ്പോൾ ഈ എക്സ്റ്റേണൽ വോൾട്ടേജ് 0.3 വോൾട്ടേജ് ആകുന്നത് വരെ കണ്ടക്ഷനും നടക്കത്തില്ല. അപ്പോൾ അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. 0 വോൾട്ടേജ് കണ്ടക്ഷൻ ഇല്ല, 0.2 വോൾട്ടേജ് കണ്ടക്ഷൻ. 0.3 വോൾട്ടേജ് എക്സ്റ്റേണൽ വോൾട്ടേജ് കൂട്ടിയപ്പോൾ ജസ്റ്റ് ജർമ്മനി ഡിവൈസിലുള്ള കറണ്ട് ഷാർപ്പായിട്ട് ഇൻക്രീസ് ചെയ്തു എന്നുള്ളതാണ് കാണിക്കുന്നത്. അതുപോലെ ഇതൊരു സിലിക്കോൺ ഡയോഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 0.7 വോൾട്ടേജ് വരെ വലിയ കണ്ടക്ഷൻ ഒന്നും വരില്ല. 0.7 വോൾട്ടേജ് ആകുന്നത് വരെ കണ്ടക്ഷൻ വന്നില്ല. 0.7 വോൾട്ടേജ് ആയപ്പോൾ സിലിക്കോൺ ഡയോഡിൽ കൂടിയുള്ള കണ്ടക്ഷൻ വളരെ ഷാർപ്പായിട്ട് വരും. അപ്പോൾ ഇതാണ് PN junction diode is only conducting when its biased voltage is in the forward biasing mode. If the diode is a germanium diode, the external voltage gradually increases from 0. If it crosses 0.3 voltage, then only conduction starts through the device and the current through the diode increases very sharply. And if the diode is a silicon diode, the silicon diode has its barrier potential is about 0.7 volt, and the external voltage has to overcome that 0.7 volt initially. In that purpose,
we have to increase the voltage of the external supply about 0.7 volt, and after reaching 0.7 volt and the external voltage goes on increasing, current through the silicon diode sharply increased. ഇവിടെ കാണിച്ചിരിക്കുന്നത് അത് കാണിക്കുന്നതാണ് ഫോർവേഡ് ബയാസിംഗ് മോഡിൽ അതിൻ്റെ VI ക്യാരക്ടറിസ്റ്റിക്. ജസ്റ്റ് ഇത് ചോദിച്ചു കഴിഞ്ഞാൽ പി എൻ ജംഗ്ഷൻ ഡയോഡിന്റെ VI ക്യാരക്ടറിസ്റ്റിക് ചോദിച്ചാൽ ഇത് തന്നെയാണ്. പി എൻ ജംഗ്ഷൻ ആണെങ്കിൽ ഇത് ഈ ചിത്രം വരച്ചിട്ട് ഇവിടെ ഫോർവേഡ് ഡയറക്ഷനിലെ വോൾട്ടേജ് കൊടുക്കുക, ഇവിടെ തന്നെ റിവേഴ്സ് ഡയറക്ഷനിൽ വോൾട്ടേജ്. എനിവേ if the question is a PN junction or PN junction diode, whatever it is, you can draw these three figures and that VI characteristic curve. Don't worry about that. Both of the two PN junction and PN junction diode are the same in construction and in the behavior of external applied voltage as forward biasing or reverse biasing. For the second case, the diode is connected with the polarities of the external voltage as shown in figure. This is called the diode is connected in the reverse biasing. റിവേഴ്സ് ബയാസിംഗ് മോഡിൽ നമ്മൾ വോൾട്ടേജ് കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ ഇത് ആദ്യം ഇൻസുലേറ്റർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്, കണ്ടക്ട് ചെയ്യത്തില്ല. അപ്പോൾ ഒരു വോൾട്ട്, 2 വോൾട്ട്, 3 വോൾട്ട് എന്നൊക്കെ പറഞ്ഞ് ആ റേഞ്ചിൽ, ഇതിപ്പോൾ ഒരു 10 വോൾട്ട്, 20 വോൾട്ട്, 30 വോൾട്ട് എന്നുള്ള റേഞ്ചിൽ റിവേഴ്സ് വോൾട്ടേജ് ഇങ്ങനെ കൊടുക്കുകയാണ്. നമ്മൾ റിവേഴ്സ് വോൾട്ടേജ് 10 വോൾട്ടായി പ്രശ്നമൊന്നും ഉണ്ടായില്ല. അപ്പോൾ ആദ്യം വോൾട്ടേജ് കൊടുക്കുമ്പോൾ ചെറിയൊരു ലീക്കേജ് കറണ്ട് മാത്രമേ ആ ഡിവൈസിലൂടെ പോകുള്ളൂ. നാനോ ആംപിയർ റേഞ്ചിലുള്ള ഒരു ലീക്കേജ് കറണ്ട് ഫ്ലോ മാത്രമേ ഈ ഡയോഡിൽ കൂടി ഉണ്ടാവുന്നുള്ളൂ. അപ്പോൾ നമ്മൾ 10 വോൾട്ട് കൂട്ടി ഒന്നും സംഭവിച്ചില്ല, 11, 12, 13 ഇങ്ങനെ വോൾട്ടേജ് റിവേഴ്സ് ഡയറക്ഷനിലേക്ക് വോൾട്ടേജ് കൂട്ടി ഒരു പർട്ടിക്കുലർ വോൾട്ടേജ് റേഞ്ചിൽ വരുമ്പോൾ പെട്ടെന്ന് തന്നെ ഡിവൈസിൽ കൂടിയുള്ള കറണ്ടിൻ്റെ ഫ്ലോ ഭയങ്കര ഷാർപ്പായിട്ട് ഉയരുന്നതാണ്. മനസ്സിലായോ? ആ കണ്ടക്ഷൻ സ്റ്റാർട്ട് ചെയ്ത ആ വോൾട്ടേജിൻ്റെ, റിവേഴ്സ് വോൾട്ടേജിൻ്റെ ആ മാഗ്നിറ്റ്യൂഡിനെ നമ്മൾ വിളിക്കുന്നത് VBR എന്നാണ്. VBR എന്ന് പറഞ്ഞാൽ റിവേഴ്സ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്. -VBR എന്ന് വേണമെങ്കിലും വിളിക്കും. VBR റിവേഴ്സ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്. അതിപ്പോൾ ഒരു ഡയോഡിൽ ഇപ്പോൾ 6 വോൾട്ടോ അങ്ങനെയൊക്കെയുള്ള റേഞ്ചിലുള്ള ഒരു ഡയോഡിൽ ചിലപ്പോൾ 24-30 വോൾട്ടിലായിരിക്കും, റിവേഴ്സ് വോൾട്ടേജിലായിരിക്കും അത് സംഭവിക്കുന്നത്. അപ്പോൾ റിവേഴ്സ് ബ്രേക്ക് ഓവർ വോൾട്ടേജിൻ്റെ റേഞ്ചിലേക്ക് റിവേഴ്സ് ഡയറക്ഷനിൽ ഒരു ഡയോഡിൽ കൂടെയുള്ള എക്സ്റ്റേണൽ വോൾട്ടേജ് നമ്മൾ ഉയർത്തി കൊടുത്തു കഴിഞ്ഞാൽ ഡിവൈസ് ബ്രേക്ക് ഡൗൺ, ഡയോഡ് ബ്രേക്ക് ഡൗൺ ആയിട്ട് അതിന് സെനർ ബ്രേക്ക് ഡൗൺ എന്നാണ് പറയുന്നത്. സെനർ ബ്രേക്ക് ഡൗൺ സംഭവിച്ചിട്ട് ഡയോഡ് ഷോർട്ടാണ്. ഡയോഡ് ഡിസ്ട്രോയ് ആയി പിന്നെ നമുക്ക് പിന്നെ ഉപയോഗിക്കാൻ പറ്റില്ല, കറണ്ട് ഷാർപ്പായിട്ട് വരും. അതാണ് ഇതിൻ്റെ VI ക്യാരക്ടറിസ്റ്റിക്. ഇപ്പോൾ ഫോർവേഡ് ഡയറക്ഷനിൽ ജർമാനിയും സിലിക്കോണും 0.3 കഴിഞ്ഞിട്ട് 0.7 കഴിഞ്ഞിട്ട് ഷാർപ്പായിട്ട് കണ്ടക്ട് ചെയ്യാൻ റീയൂസ് ചെയ്യാൻ പ്രശ്നമൊന്നുമില്ല. റിവേഴ്സ് ഡയറക്ഷനിൽ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ റിവേഴ്സ് ബ്രേക്ക് ഓവർ വോൾട്ടേജ് എത്തിക്കഴിയുമ്പോൾ ഡിവൈസ് ഷോർട്ട് ആവുകയും അത് ബ്രേക്ക് ഡൗൺ ആയി തീരുകയും ചെയ്യും. അപ്പോൾ അതിൽ കൂടെയുള്ള കറണ്ട് ഷാർപ്പായിട്ട് വരും. എനിവേ നമ്മൾ ഇവിടെ നിന്ന് മനസ്സിലാക്കാനുള്ളത്, ഒരു PN ജംഗ്ഷൻ ഡയോഡ് ഫോർവേഡ് ബയാസിംഗിൽ മാത്രമേ കണ്ടക്ട് ചെയ്യുന്നുള്ളൂ മര്യാദയ്ക്ക്. നോർമലി നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഒരു കൺവെൻഷണൽ ഡയോഡ് ഫോർവേഡ് ബയാസിംഗ് മോഡിൽ മാത്രം ഓൺ ആയിരിക്കും, റിവേഴ്സ് ബയാസിംഗ് മോഡിൽ അത് ഓഫ് ആണ് എന്ന് വിചാരിക്കും. അല്ലാതെ നമ്മൾ റിവേഴ്സ് ബ്രേക്ക് ഓർ വോൾട്ടേജ് കൊടുത്ത് അതിനെ ഡിസ്ട്രോയ് ആക്കാനൊന്നും ശ്രമിക്കുന്നില്ല. ജനറൽ function of a PN junction diode conventionally it conducts in the forward direction mode. Okay, if it is a germanium diode, after 0.3 volt it conducts sharply, and if it is a silicon diode it conducts perfectly after reaching its external voltage 0.7 volt. VI characters PN junction diode diode അല്ലെങ്കിൽ PN junction diode VI ക്യാരക്ടറിസ്റ്റിക് ചോദിച്ചാൽ ഇത്രയും ദൂരം ചിത്രം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇത് ഒരു വലിയ ക്വസ്റ്റനായി പ്രതീക്ഷിക്കാനില്ല. PN ജംഗ്ഷൻ എന്താണെന്ന് അറിയണം, PN ജംഗ്ഷൻ ഡയോഡ് എന്താണെന്ന് അറിയണം, P ടൈപ്പ് ഡോപ്പിംഗ് എന്താണെന്ന് അറിയണം, N ടൈപ്പ് ഡോപ്പിംഗ് എന്താണെന്ന് അറിയണം. P ടൈപ്പ് ഡോപ്പിങ്ങിനായിട്ട് ട്രയാവാലൻ്റ് ഇമ്പ്യൂരിറ്റി ജർമാനിയത്തിലോ സിലിക്കോണിലോ ആഡ് ചെയ്യേണ്ടി വരും. ട്രയാവാലൻ്റ് ഇമ്പ്യൂരിറ്റി എന്ന് പറയുന്നത് ശരിക്കും
ഇൻഡിയം, ഗാലിയം, ബോറോൺ എന്നൊക്കെ പറയുന്ന ഇമ്പ്യൂരിറ്റികളാണ്, മെറ്റീരിയലുകളാണ്. അതൊരു ചെറിയ പെർസെൻറ്റേജ് ആഡ് ചെയ്യേണ്ടി വരുന്നത്. 1 part of impurity is added with 10⁸ part of the original material എന്നാണ് തിയറിറ്റിക്കലി പറയുന്നത്. അപ്പോൾ വളരെ ചെറിയ പെർസെൻറ്റേജ് ആഡ് ചെയ്യേണ്ടി വരുന്നത്. ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യുമ്പോൾ കോവാലന്റ് ബോണ്ട് ഫോർമേഷനായിട്ട് 4 ഇലക്ട്രോണുകളെ അവയ്ക്ക് സപ്ലൈ ചെയ്യാൻ കഴിയുന്നില്ല, 3 സപ്ലൈ ചെയ്യാൻ പറ്റുന്നുള്ളൂ. ട്രൈവാലന്റ് എന്ന് പറയുമ്പോൾ ഔട്ടർമോസ്റ്റ് ഓർബിറ്റിൽ വരുന്ന വാലൻസ് ഇലക്ട്രോൺ 3 ഉള്ളൂ, 4ാമതൊന്നും കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ 4ാമതൊരു ഇലക്ട്രോണിൻ്റെ സ്പേസ് ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്, അതിനെ ഹോളെന്ന് വിളിക്കുന്നു. ആ ഹോൾ പോസിറ്റീവ് ചാർജ് ആയിട്ട് നമ്മൾ വീൻ ചെയ്യുന്നു. അങ്ങനെയുള്ള ഡോപ്ഡ് ക്രിസ്റ്റലിൽ കോടാനുകൂടി ഹോളുകൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് പി ടൈപ്പ് മെറ്റീരിയൽ, പോസിറ്റീവ് ചാർജ് എക്സിബിറ്റ് ചെയ്യുന്ന മെറ്റീരിയൽ എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് വിളിക്കുന്നു. അത് പി ടൈപ്പ് ഡോപ്പിംഗ്. എൻ ടൈപ്പ് ആകുമ്പോൾ നമ്മൾ പെൻഡാവാലന്റ് ഇമ്പ്യൂരിറ്റിയാണ് ആഡ് ചെയ്യുന്നത്. 5 വാലൻസ് ഇലക്ട്രോണുകൾ വഹിക്കുന്ന ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യുമ്പോൾ 4 5 വാലൻസ് ഇലക്ട്രോണിൽ സപ്ലൈ ചെയ്തിട്ട് 5ാമത്തെ ഇലക്ട്രോൺ ആ ക്രിസ്റ്റലിൽ എങ്ങനെ വാണ്ടർ ചെയ്യും. അപ്പോൾ അത് കോടിക്കണക്കിനാണ്. അപ്പോൾ നോർമലായിട്ടുള്ള ഇലക്ട്രിക്കലി നള്ളിഫൈ ചെയ്തിട്ടുള്ള ചാർജ് കെരിയറുകൾ കഴിഞ്ഞിട്ടും ഇലക്ട്രോണുകൾ കിടക്കുന്നതുകൊണ്ട് ഇലക്ട്രോണിൻ്റെ, അതായത് നെഗറ്റീവ് ചാർജിൻ്റെ പ്രിഡോമിനേഷൻ ഉള്ളതുകൊണ്ട് എൻ ടൈപ്പ് സെമി കണ്ടക്ടർ മെറ്റീരിയലാണ്. പി ടൈപ്പ്, എൻ ടൈപ്പ് സെമി കണ്ടക്ടർ മെറ്റീരിയലുകൾ ഇൻട്രിൻസിക് അല്ല, എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടറാണ്. ഡോപ്പ് ചെയ്തതിന് ശേഷമുള്ള എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ മെറ്റീരിയൽ ഡോപ്പിംഗ് ഏജൻസി ഇവരാണ്. അങ്ങനെ ഒറ്റ സിംഗിൾ ക്രിസ്റ്റലിൽ തന്നെ പി ടൈപ്പും എൻ ടൈപ്പും ഡോപ്പിംഗ് പകുതി എക്സാക്റ്റ് ആയിട്ട് ചെയ്യും. അതാണ് പി എൻ ജംഗ്ഷൻ. അപ്പോൾ ഈ 2 ഡോപ്പിങ്ങും ഒരു അതിർവരമ്പുണ്ട്, അതിനെ ജംഗ്ഷൻ എന്ന് വിളിക്കുന്നു. ജംഗ്ഷൻ, അതാണ് പി എൻ ജംഗ്ഷൻ. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് പി എൻ ജംഗ്ഷൻ ഡയോഡുകൾ ഉപയോഗിച്ചുള്ള 2 ഡയോഡ് ഫുൾ വേവ് റെക്ടിഫയറും 4 ഡയോഡ് ബ്രിഡ്ജ് റെക്ടിഫയറും നമ്മൾ പഠിക്കേണ്ടത്. അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് അതിൻ്റെ ചിത്രങ്ങൾ സഹിതം അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ്. അപ്പോൾ ഡയോഡ് ആനോഡിൽ നിന്ന് കാഥോഡിലേക്ക് ഫോർവേഡ് ഡയറക്ഷനിൽ മാത്രമേ കണ്ടക്ട് ചെയ്യുള്ളൂ എന്ന് വിചാരിക്കുക. റിവേഴ്സ് ഡയറക്ഷനിൽ വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഇൻസുലേറ്റർ ആയിട്ട് ആക്ട് ചെയ്യും, ഓൺ അല്ല ഓഫ് ആക്കി. ഓക്കെ, ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം.